സ്റ്റഡി പോയിന്റ്. സോ ഇന്ന് നമ്മൾ ട്രേസ് തന്നിട്ടുള്ള പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഓക്കെ, അതായത് ട്രേസിന്റെ ഡിസ്റ്റൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും, അതിന് പകരം എന്തെങ്കിലും ഡാറ്റാസ് മിസ്സിംഗ് ആയിരിക്കും. സോ ഈ ടൈപ്പ് പ്രോബ്ലംസ് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാം എന്ന് നമ്മൾ നോക്കുകയാണ്. സോ നോക്കുക, ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ എടുത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ഇവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ട്. എൻഡ് എ ആൻഡ് ബി, അതായത് ലൈനിന്റെ നെയിം എ ബി ആണ്, അതിന്റെ എൻഡ് എയും എൻഡ് ബിയും 20 mm and 60 mm behind VP. End A 20 mm behind VP and end B 60 mm behind VP. And projected distance 75 mm ആണ്. Then line inclined 30 degree to HP. HP ക്കുള്ള inclination 30 degree ആണ്. അതായത് നമുക്ക് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഒരു തന്നിട്ടുണ്ട്, തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി. HP ക്കായിട്ടുള്ള ട്രൂ ഇൻക്ലിനേഷൻ 30 ഡിഗ്രി ആണ്. Then next പറഞ്ഞിരിക്കുന്നത് HT. It's HT is 10 mm above XY line. ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് പറയുന്ന പോയിന്റ് 10 mm above XY ലൈനിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മളോട് ട്രൂ ലെങ്ത്തും തീറ്റയും ഫൈ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇതിൽ ട്രൂ ലെങ്ത്തും VPക്ക് ഇൻക്ലിനേഷനും നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. സോ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രേസ് തന്നിട്ടുള്ള പ്രോബ്ലംസ്, അതായത് ക്വസ്റ്റ്യനിൽ ട്രേസ് ലൊക്കേറ്റ് ചെയ്യാനുള്ള പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലംസ് മെജോറിറ്റി നമ്മൾ പ്ലെയിൻ നൊട്ടേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യേണ്ടിയിരിക്കുക. സോ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഫ്രണ്ട് വ്യൂവിന്റെ NP ആയിട്ടുള്ള കാര്യങ്ങൾ, ഫ്രണ്ട് വ്യൂവിന്റെ ട്രൂ ലെങ്ത് സ്റ്റാർട്ട് ചെയ്യുക VT എന്ന് പറയുന്ന പോയിന്റിൽ നിന്നായിരിക്കും, വെർട്ടിക്കൽ ട്രേസിൽ നിന്നായിരിക്കും. ടോപ്പ് വ്യൂവിന്റെ ട്രൂ ലെങ്ത് സ്റ്റാർട്ട് ചെയ്യുക HT എന്ന് പറയുന്ന പോയിന്റിൽ നിന്നായിരിക്കും. ആദ്യത്തെ കാര്യം, ഫ്രണ്ട് വ്യൂന്റെ ട്രൂ ലെങ്ത് VT എന്നായിരിക്കും, ടോപ്പ് വ്യൂന്റെ ട്രൂ ലെങ്ത് HT എന്ന് പറയുന്ന പോയിന്റിൽ നിന്നായിരിക്കും, അതായത് ട്രേസിൽ നിന്നായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ, ഫ്രണ്ട് വ്യൂന്റെ പോയിന്റ്, അതായത് ഈ കേസിലാണെങ്കിൽ A', B', H' ആൻഡ് VT ഒരു സെയിം ലൈനിലായിരിക്കും. A, B, V and HT ഒരു സെയിം ലൈനിലായിരിക്കും. ഓക്കെ, A, B, V, HT ഇതെന്തായിരിക്കും, ഒരു സെയിം ലൈനിലായിരിക്കും. A', B', H', VT ഒരു സെയിം ലൈനിലായിരിക്കും. A, B, V and HT ഒരു സെയിം ലൈനിലായിരിക്കും. പിന്നെ നെക്സ്റ്റ് നമ്മുടെ ഇൻക്ലിനേഷൻസും, അതായത് തീറ്റ ആൻഡ് ഫൈ. ട്രൂ ലെങ്ത്, ഫ്രണ്ട് വ്യൂവും ട്രൂ ലെങ്ത്തും മേക്ക് ചെയ്യുന്ന ആംഗിൾ, ഫ്രണ്ട് വ്യൂവും ട്രൂ ലെങ്ത്തും, അതായത് പ്ലെയിൻ റൊട്ടേഷൻ ചെയ്ത് കിട്ടുന്ന ആംഗിൾ എന്തായിരിക്കും, ഫൈ ആയിരിക്കും. ടോപ്പ് വ്യൂവും ട്രൂ ലെങ്ത്തും മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും, തീറ്റ ആയിരിക്കും. ഓക്കെ, ഫ്രണ്ട് വ്യൂവിന്റെയും ട്രൂ ലെങ്ത്തും മേക്ക് ചെയ്യണ ആ ഒരു പ്ലെയിന്റെ ആംഗിൾ എന്തായിരിക്കും, ഫൈ ആയിരിക്കും. ടോപ്പ് വ്യൂന്റെ ട്രൂ ലെങ്ത് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും, തീറ്റ ആയിരിക്കും. ഓക്കെ, സോ ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. സോ ഇത്ര കാര്യങ്ങൾ അറിഞ്ഞിരുന്നാലാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം നമ്മൾ റെഫറൻസ് ആക്സിസ് വരച്ചു, XY ലൈൻ കംപ്ലീറ്റ് ചെയ്തു. ദെൻ ആദ്യത്തെ പോയിന്റ് എൻഡ് ഏസ് 20 mm ബിഹൈൻഡ് VP എന്നവർ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ആദ്യത്തെ പോയിന്റ് വരച്ചു, ബിഹൈൻഡ് VP അബവ് XY ലൈൻ ആണ് വരിക. സോ 20 mm ബിഹൈൻഡ് VP A പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി എൻഡ് പ്രൊജക്റ്റഡ് ഡിസ്റ്റൻസ് ആയിട്ട് തന്നിട്ടുണ്ട് 75 mm. സോ ഞാൻ ഇവിടെ നിന്ന് എൻഡ് പ്രൊജക്റ്റഡ് ഡിസ്റ്റൻസ് 75 mm മാർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എൻഡ് B 60 mm ബിഹൈൻഡ് VP എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻഡ് A 20 mm, എൻഡ് B 60 mm and projected distance 70 mm, 75 mm. സോ ഞാൻ 75 ന് 60 mm B മാർക്ക് ചെയ്തു, ജോയിൻ ചെയ്തു. സോ നമുക്ക് PL എന്ന് പറയുന്ന ലൈൻ കിട്ടി. ഓക്കെ, പ്ലാൻ ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുക, AB എന്ന് പറയുന്ന ലൈൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് AB എന്ന് പറയുന്ന ലൈനെ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. സോ ഞാൻ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ബാക്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് മീറ്റ് ചെയ്യുന്ന പോയിന്റിന്, AB മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമ്മൾ എന്തായിരിക്കും, V എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. A, B, V, HT ഒരു സെയിം ലൈനിലായിരിക്കും. ഇനി നെക്സ്റ്റ് നോക്കുക, V എന്ന് പറയുന്ന പോയിന്റില് HT എന്ന് പറയുന്ന പോയിന്റ് നമുക്കറിയാം, അതൊരു സെയിം ലൈനിലായിരിക്കണം എന്നറിയാം.
ABVHT ഒരു സെയിം ലൈനിലായിരിക്കണം. HTDക്കുള്ള ഡിസ്റ്റൻസ് അവർ പറഞ്ഞിട്ടുണ്ട് 10 mm എബോവ് XY ലൈൻ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന കാര്യം ABVHT ഒരു സെയിം ലൈനിലായിരിക്കണം. സോ ഞാൻ ഇവിടെ നിന്ന് XY ലൈനിൽ നിന്ന് 10 mm ഹൈറ്റിൽ ഞാനൊരു ലൈൻ ജസ്റ്റ് വരച്ചു. ആ ലൈൻ ഈ ലൈനിൽ അതായത് AB എക്സ്റ്റെൻഡ് ചെയ്ത് വീല് മീറ്റ് ചെയ്യണ പോയിന്റിൽ കട്ട് ചെയ്യണ പോയിന്റ് ആയിരിക്കും HT. ഓക്കെ, സോ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? 10 ആയിരിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കും. അതായത് നമുക്ക് അറിയാവുന്ന ഡാറ്റ എന്തായിരുന്നു? എയും ബിയും വിയും HTയും ഒരു സെയിം ലൈനിൽ വരണം. എയും ബിയും വരയ്ക്കാനുള്ള ഡാറ്റ അവർ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരുന്നു. അത് നമ്മൾ വരച്ചു. അതിനുശേഷം നമ്മൾ അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഞാൻ ബി എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഇൻഫർമേഷൻ യൂസ് ചെയ്ത് HT എന്ന് പറയുന്ന പോയിന്റ് പ്ലോട്ട് ചെയ്തു. ക്വസ്റ്റ്യനിൽ അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് HT is 10 mm above XY line. സോ 10 mm above XY ലൈനിൽ ഒരു ലൈൻ ഞാൻ പ്ലോട്ട് ചെയ്തു. ആ ലൈൻ ഈ ലൈനിൽ അതായത് AB എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്ന ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് HT. ഓക്കെ, ഹൊറിസോണ്ടൽ ട്രേസ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി എനിക്ക് നെക്സ്റ്റ് അറിയാവുന്ന കാര്യം ടോപ്പ് വ്യൂവിന്റെ കാര്യമാണ് നമ്മൾ എടുക്കുന്നത്. സോ ടോപ്പ് വ്യൂവിന്റെ കാര്യം എടുക്കുമ്പോൾ നോക്കുക, ടോപ്പ് വ്യൂവും ട്രൂ ലെങ്ത്തും മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? TT ആയിരിക്കും. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ 30 ഡിഗ്രി ആണ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. ടോപ്പ് വ്യൂവും അതിന് പ്ലെയിൻ റൊട്ടേഷൻ ചെയ്ത് കിട്ടുന്ന ട്രൂ ലെങ്ത്തും മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? TT ആയിരിക്കും. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് എനിക്ക് അറിയാവുന്ന കാര്യം ടോപ്പ് വ്യൂവിന്റെ ട്രൂ ലെങ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? HT എന്നായിരിക്കും. ഓൾറെഡി HT എന്ന് പറയുന്ന പോയിന്റ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ആ HT ആയിരിക്കും ടോപ്പ് വ്യൂവിന്റെ ട്രൂ ലെങ്ത് സ്റ്റാർട്ട് ചെയ്യുക. ആ ട്രൂ ലെങ്ത് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? TT ആയിരിക്കും. സോ 30 ഡിഗ്രി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, HT നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ലൈനിന് ഓക്കെ മാറി പോകരുത്, XY ലൈനിനല്ല, ഈ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈൻ അതായത് ഈ ആംഗിൾ നമുക്കറിയാം ബീറ്റ ആയിരിക്കും. ബീറ്റ ലൈനിന് 30 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കുക. ഈ ആംഗിൾ എന്തായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഈ ഒരു ഡാറ്റയും നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഇത് വരച്ചിരിക്കുന്നത്. ടോപ്പ് വ്യൂവിന്റെ ട്രൂ ലെങ്ത് മേക്ക് ചെയ്യുന്ന ആംഗിൾ TT ആയിരിക്കും. ദെൻ ടോപ്പ് വ്യൂവിന്റെ ട്രൂ ലെങ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് HT എന്നായിരിക്കും. HT എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് തീറ്റ ആംഗിൾ ഞാനൊരു ലൈൻ പ്ലോട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് നോക്കുക, ഓൾറെഡി നമ്മൾ എയും ബിയും മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്ലെയിൻ റൊട്ടേഷൻ നമ്മൾ എങ്ങനെ ചെയ്യാറ്? A ഡാഷിൽ നിന്ന് XY വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് എയിൽ പെർപെൻഡിക്കുലറും B ഡാഷിൽ നിന്ന് XY വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് ബിയിൽ പെർപെൻഡിക്കുലർ ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാറ്. സോ ഞാൻ ഈ ഒരു ലൈനിന് 2 പെർപെൻഡിക്കുലർ ലൈൻസ് പ്ലോട്ട് ചെയ്തു. വെറുതെ ഈ ഒരു ലൈനിന് 2 പെർപെൻഡിക്കുലർ ലൈൻസ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ 2 ലൈൻസും നമ്മുടെ 30 ഡിഗ്രി ലൈനിൽ വന്ന് മീറ്റ് ചെയ്യും. ആ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും A1 ആൻഡ് B1, അതായത് നിങ്ങളുടെ ട്രൂ ലെങ്ത്. ഓക്കെ, ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ലൈൻ നിങ്ങൾ ഓൾറെഡി വരച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യായിരുന്നു? പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് നമ്മൾ ഡയറക്റ്റ് വരയ്ക്കാറുണ്ട്. സോ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ചെയ്തു. ട്രൂ ലെങ്ത് നമുക്ക് ഇവിടെ വരച്ചിട്ട് വെച്ചിട്ടുണ്ട്. ട്രൂ ലെങ്ത്തിന്റെ ലൈൻ നിങ്ങൾ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ലെങ്ത് എനിക്ക് ഐഡന്റിഫൈ ആയിട്ടില്ല. സോ ഞാൻ ഈ ലൈനിൽ നിന്ന് 2 പെർപെൻഡിക്കുലർ ലൈൻസ് പ്ലോട്ട് ചെയ്തു. ആ 2 പെർപെൻഡിക്കുലർ ലൈൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആ ലെങ്ത് ആയിരിക്കും ട്രൂ ലെങ്ത്, അതായത് A1 ആൻഡ് B1. ഓക്കെ, ഇനി നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഈ ലെങ്ത് വരേണ്ടത് നിങ്ങൾക്ക് അറിയാം ഇവിടെ ആയിരിക്കും അല്ലെ? ഈ ലെങ്ത് വരെ ഇവിടെ ആയിരിക്കുമല്ലോ. അതുപോലെ തന്നെ ഈ ലെങ്ത് വരെ ഇവിടെ ആയിരിക്കും. കാരണം ഈ ലെങ്ത് എടുത്തിട്ടാണ് നമ്മളിവിടെ പെർപെൻഡിക്കുലർ വരയ്ക്കാറ്. ഓക്കെ, അടിയിലുള്ള ലെങ്ത് എടുത്തു മുകളിൽ പെർപെൻഡിക്കുലർ വരച്ചു, ഇവിടെയുള്ള ലെങ്ത് എടുത്തു മുകളിൽ പെർപെൻഡിക്കുലർ വരച്ചു, അങ്ങനെ നമ്മൾ ചെയ്യാറ്. സോ ഈ ഒരു ഡിസ്റ്റൻസ് എടുത്തു, അടിയിലേക്ക് വരച്ചു. ഓക്കെ, ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമ്മൾ സ്കെയിൽ യൂസ് ചെയ്ത് മെഷർ ചെയ്യുക. അടിയിലേക്ക് ഞാൻ വരച്ചു. സോ ഇത് A ഡാഷ്. ഈ ഒരു ഡിസ്റ്റൻസ് എടുത്തു, അടിയിലേക്ക് പെർപെൻഡിക്കുലർ, സോറി ഈ ഒരു ഡിസ്റ്റൻസ് എടുത്തു, അടിയിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചു. B ഡാഷ് ജോയിൻ ചെയ്തു, EL മാർക്ക് ചെയ്തു. ഓക്കെ, ഈ 2 ഡിസ്റ്റൻസുകൾ അടിയിലേക്ക് നമ്മൾ എടുത്തു. നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്തു വരുന്നത്. ഈ ഡിസ്റ്റൻസ് എടുത്തിട്ടാണ് നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കാറ്. സോ ഇവിടുത്തെ ഡിസ്റ്റൻസ് കിട്ടാനായിട്ട് നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസുകൾ രണ്ടും അടിയിലേക്ക് മാർക്ക് ചെയ്തു. ഇനി പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് ചെയ്യാം. XY ലൈൻ തൊട്ട് A വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക, A ഡാഷിന് പെർപെൻഡിക്കുലർ വരയ്ക്കുക. XY ലൈൻ തൊട്ട് B വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക, B ഡാഷിന് പെർപെൻഡിക്കുലർ വരയ്ക്കുക. A2 ആൻഡ് B2 ജോയിൻ ചെയ്യുക. ട്രൂ ലെങ്ത് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? തീറ്റ. സോറി, ഫ്രണ്ട് വ്യൂവിന്റെ ആംഗിൾ 5. സോ ഈ 2 കാര്യങ്ങളാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ട്രൂ ലെങ്ത്തും ഫൈയും നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തീറ്റ ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഗിവൺ ആണ്. സോ നമ്മൾ ഫിഗറിന്റെ
റൈറ്റ് സൈഡിൽ ആൻസർ TL ഈക്വൽ ടു എത്രയാണെന്ന് എഴുതാം ആൻഡ് ഫൈ ഈക്വൽ ടു എത്രയാണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മെഷർ ചെയ്ത് മാർക്ക് ചെയ്യും. ഓക്കെ, സോ നമുക്ക് ഈ കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഫ്രണ്ട് വ്യൂവിന്റെ ട്രൂ ലെങ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് VT എന്നായിരിക്കും, ടോപ്പ് വ്യൂവിന്റെ ട്രൂ ലെങ്ത് സ്റ്റാർട്ട് ചെയ്യുക HT എന്നായിരിക്കും. ദെൻ ഇത്രയും പോയിന്റ്സ് സെയിം ലൈനിലായിരിക്കും, പിന്നെ ഈ ആംഗിൾ മേക്ക് ചെയ്യണം. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ AB, ലൈനിന്റെ നെയിം AB is inclined 30 degree to VP. VP ക്ക് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്, അതായത് ഫൈ 30 ഡിഗ്രി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. End A is 50 mm below HP and B is 20 mm below HP. End A 50 mm below HP ആണ്, end B 20 mm below HP ആണ്. ഫ്രണ്ട് വ്യൂ, ഈ ലൈനിന്റെ ഫ്രണ്ട് വ്യൂ 65 mm ആണ്, അതായത് റെഡ്യൂസ് ലെങ്ത് ഫ്രണ്ട് വ്യൂ 65 mm ആണ്. അതിന്റെ വെർട്ടിക്കൽ ട്രേസ് 10 mm ബിലോ XY ലൈൻ ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ട്രൂ ലെങ്ത്. ഇത്ര കാര്യങ്ങളാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത്ര ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കാര്യം നോക്കുക. ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമുക്ക് എൻഡ് പ്രൊജക്റ്റഡ് ഡിസ്റ്റൻസ് ആണ് തന്നത്. സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത് പറഞ്ഞിട്ടുണ്ട്, 2 പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ട്രേസിലേക്കുള്ള ഡിസ്റ്റൻസും പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. XY ലൈൻ വരച്ചു. ആദ്യത്തെ പോയിന്റ് നോക്കുക, end A is 50 mm below HP. below HP, end A dash, and end B is 20 mm below HP. But end projected distance ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അത് വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ, end projected distance ഇല്ല, 20 mm below HP ആണെന്ന് മാത്രമേ എനിക്ക് അറിയുള്ളൂ. സോ ഞാൻ അവിടെ ജസ്റ്റ് ഒരു ലോക്കസ് ലൈൻ വരച്ചിട്ടു. ഈ ഡിസ്റ്റൻസ് 20 mm. ഓക്കെ, ഈ ലൈനിൽ എവിടെയെങ്കിലും ആയിരിക്കും B ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് വരും. A എന്ന് പറയുന്ന A ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് ആദ്യം തന്നെ നമ്മൾ പ്ലോട്ട് ചെയ്ത് വെച്ചു, 50 mm below HP. B is 20 mm below HP എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഡിസ്റ്റൻസ് 20 ആണെന്ന് എനിക്കറിയാം. 20 എന്ന് പറയുന്ന ലൈനിൽ എവിടെയെങ്കിലും ആയിരിക്കും B ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ് വരിക. എൻഡ് പ്രൊജക്റ്റഡ് ഡിസ്റ്റൻസ് തരാത്തത് കൊണ്ട് ഞാൻ അവിടെ ഒരു ലോക്കസ് ലൈൻ വരച്ചിട്ടു, ചെയിൻ തിൻ ലൈൻ വരച്ചിട്ടു. ഓക്കെ, നെക്സ്റ്റ് എനിക്ക് അറിയാവുന്ന കാര്യം ഫ്രണ്ട് വ്യൂവിലെ ലെങ്ത് 65 ആണെന്ന് അറിയാം. A ഡാഷിന്റെ പോയിന്റ് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. B ഡാഷ് എവിടെയായിരിക്കും വരിക? ഈ ഒരു ലോക്കസ് ലൈൻ ആയിരിക്കും, അതായത് 20 mm ബിലോ XY ലൈനിൽ എവിടെയെങ്കിലും ആയിരിക്കും ലൈൻ വരിക. സോ ഞാൻ ഇവിടെ എന്ത് ചെയ്യുക, 65 mm A ഡാഷിൽ നിന്ന് ഞാൻ ഇവിടെ കട്ട് ചെയ്തു B ഡാഷ്. ഓക്കെ, ഫ്രണ്ട് വ്യൂ നമ്മൾ മാർക്ക് ചെയ്തു EL. ഫ്രണ്ട് വ്യൂ എനിക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയറുകൾ തന്നെ യൂസ് ചെയ്യുക. അതായത് നേരത്തെ നമുക്ക് ടോപ്പ് വ്യൂ ആണ് വരയ്ക്കാൻ പറ്റിയത്. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ പറ്റി. സോ ഫ്രണ്ട് വ്യൂ എനിക്ക് കിട്ടി. സോ ഞാൻ ഫ്രണ്ട് വ്യൂവിനെ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്തായിരിക്കും? H ഡാഷ്. ഫ്രണ്ട് വ്യൂ മീറ്റ് ചെയ്യുന്ന പോയിന്റ് H ഡാഷ്. ഇനി എനിക്കറിയാം A ഡാഷ്, B ഡാഷ്, H ഡാഷ്, VT ഒരു സെയിം ലൈനിലായിരിക്കും. നേരത്തെ പറഞ്ഞ കാര്യം A ഡാഷ്, B ഡാഷ്, H ഡാഷ്, VT ഒരു സെയിം ലൈനിലായിരിക്കും. VTയിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് 10 mm ബിലോ XY ലൈൻ. ഓക്കെ, സോ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ 10 mm ബിലോയിൽ ഞാനൊരു ലൈൻ വരച്ചു. 10 mm ബിലോയിൽ ഞാനൊരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു, XY ലൈനിന് പാരലൽ ആയിട്ട്. സോ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും VT. ഓക്കെ, നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ A ഡാഷ്, B ഡാഷിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. മീറ്റ് ചെയ്യുന്ന പോയിന്റ് H ഡാഷിന് കിട്ടി. സോ നമുക്ക് അറിയാവുന്ന ഡാറ്റ A ഡാഷ്, B ഡാഷ്, H ഡാഷ്, VT ഒരു സെയിം ലൈനിലായിരിക്കും. ആ ലൈനിലെ VT എന്ന് പറയുന്ന പോയിന്റ് അവർ തന്നിട്ടുണ്ട് 10 mm ബിലോ XY ലൈൻ ആണെന്ന്. സോ XY ലൈനിന്റെ ബിലോയിൽ 10ൽ ഞാനൊരു ലൈൻ വരച്ചു. ആ ലൈൻ ഈ ലൈനിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് വെർട്ടിക്കൽ ട്രേസ് ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് എനിക്ക് അറിയാവുന്ന കാര്യം 530 ഡിഗ്രി ആണെന്ന് അറിയാം. ഓക്കെ, സോ നമുക്കറിയാം ഫ്രണ്ട് വ്യൂവിന്റെ ട്രൂ ലെങ്ത് സ്റ്റാർട്ട് ചെയ്യുക എവിടെന്നായിരിക്കും? VT എന്ന് പറയുന്ന പോയിന്റിൽ നിന്നായിരിക്കും. മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? ഫൈ ആയിരിക്കും. ഇത്രയും ഡാറ്റാസ് എന്തായാലും ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുക? VT എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 30 ഡിഗ്രി ലൈൻ വരച്ചു. ഫ്രണ്ട് വ്യൂവിന്റെ ട്രൂ ലെങ്ത് സ്റ്റാർട്ട് ചെയ്യുക VT എന്നായിരിക്കും. VT എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന്, അതായത് AB മേക്ക് ചെയ്യുന്ന ആംഗിൾ, A ഡാഷ്, B ഡാഷ് മേക്ക് ചെയ്യുന്ന ആംഗിൾ, ട്രൂ ലെങ്ത് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? ഫൈ ആയിരിക്കും. സോ നമ്മൾ ആ ഒരു ലൈൻ 30 ഡിഗ്രി ലൈൻ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യുക? A ഡാഷിൽ നിന്നും B ഡാഷിൽ നിന്നും A ഡാഷ്, B ഡാഷ് എന്ന് പറയുന്ന ലൈനിന് പെർപെൻഡിക്കുലർ വരയ്ക്കാം. A1 B1. ഓക്കെ, സോ ഇതായിരിക്കും ട്രൂ ലെങ്ത്. ഓക്കെ,
എ ഡാഷിനും ബി ഡാഷിനും എ ഡാഷ് ബി ഡാഷിനും പെർപെൻഡിക്കുലർ വരച്ചു. ട്രൂ ലെങ്ത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി, TL മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? എയും ബിയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. സോ ബി ഡാഷിന് ഒരു പ്രൊജക്ഷൻ ലൈൻ കംപ്ലീറ്റ് ചെയ്യുക. ഇനി ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും മുകളിലേക്ക് മാർക്ക് ചെയ്യുക. അതായത് ഈ ഒരു എ ഡാഷ് തൊട്ട് A1 വരെയുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. മുകളിലേക്ക് വരച്ചു എ. ബി ഡാഷ് മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക, മുകളിലേക്ക് വരച്ചു ബി. ജോയിൻ ചെയ്തു, PL കിട്ടി. ഓക്കെ, ഇനി പ്ലെയിൻ റൊട്ടേഷൻ ചെയ്യുക. XY ലൈൻ തൊട്ട് എ ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. എയിൽ പെർപെൻഡിക്കുലർ വരയ്ക്കുക A2. XY ലൈൻ തൊട്ട് ബി ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. ബിയിൽ പെർപെൻഡിക്കുലർ വരയ്ക്കുക B2. ജോയിൻ ചെയ്യുക, ട്രൂ ലെങ്ത്. ഈ ആംഗിൾ എന്തായിരിക്കും? θ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ട്രേസ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് കംപ്ലീറ്റ് ചെയ്യുക. 3 കാര്യങ്ങൾ അറിഞ്ഞു വെച്ചാലാണ് നമുക്ക് ട്രേസ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് കംപ്ലീറ്റ് ചെയ്യുക. അതിൽ ഒന്നും കൂടി ഞാൻ പറയാം. ആദ്യത്തെ കാര്യം, ഏതൊക്കെ പോയിന്റ്സ് ആണ് സെയിം ലൈനിൽ വരിക എന്ന് അറിഞ്ഞിരിക്കുക. അതായത് എ ഡാഷ്, ബി ഡാഷ്, എച്ച് ഡാഷ് ആൻഡ് VT. ഓക്കെ, അതുപോലെ എ, ബി, വി, HT. ആദ്യത്തെ കാര്യം, ഇത്ര പോയിന്റ്സുകളാണ് സെയിം ലൈനിൽ വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ്, അതായത് ഫ്രണ്ട് വ്യൂവിന്റെ ട്രൂ ലെങ്ത് എ ഡാഷ് ബി ഡാഷും മേക്ക് ചെയ്യുന്ന ട്രൂ ലെങ്ത് സ്റ്റാർട്ട് ചെയ്യുക VT എന്ന് പറയുന്ന പോയിന്റിൽ നിന്നായിരിക്കും. ഫ്രണ്ട് വ്യൂവിന്റെ ട്രൂ ലെങ്ത് സ്റ്റാർട്ട് ചെയ്യുക VT എന്ന് പറയുന്ന പോയിന്റിൽ നിന്നായിരിക്കും. ടോപ്പ് വ്യൂവിന്റെ ട്രൂ ലെങ്ത് സ്റ്റാർട്ട് ചെയ്യുക HT എന്ന് പറയുന്ന പോയിന്റിൽ നിന്നായിരിക്കും. ഓക്കെ, ദെൻ മേക്ക് ചെയ്യുന്ന ആംഗിൾസ്, ഫ്രണ്ട് വ്യൂ എ ഡാഷ് ബി ഡാഷ്, ഫ്രണ്ട് വ്യൂ ട്രൂ ലെങ്ത്, ഫ്രണ്ട് വ്യൂവിന്റെ പ്ലെയിൻ റൊട്ടേഷൻ ചെയ്ത് കിട്ടുന്ന ട്രൂ ലെങ്ത്, അതായത് ഫ്രണ്ട് വ്യൂവിന്റെ പ്ലെയിൻ റൊട്ടേഷൻ ചെയ്ത് കിട്ടുന്ന ട്രൂ ലെങ്ത് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആയിരിക്കും φ, ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് VP. അതുപോലെ ടോപ്പ് വ്യൂവിന്റെ ട്രൂ ലെങ്ത് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആയിരിക്കും θ. ടോപ്പ് വ്യൂ പ്ലെയിൻ റൊട്ടേഷൻ ചെയ്ത് കിട്ടുന്ന ട്രൂ ലെങ്ത് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആയിരിക്കും θ. ഈ 3 കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞു വെക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡാറ്റാസും സെയിം ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരിക. സോ നമുക്ക് ആദ്യം ഒരു വ്യൂ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. ആ വ്യൂവിനെ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു പോയിന്റ് നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്യാം. പിന്നെ ട്രേസ് തന്നിട്ടുണ്ടായിരിക്കും. ട്രേസ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആംഗിൾ നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്യാം. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചാൽ നിങ്ങൾക്ക് ട്രൂ ലെങ്ത് ഐഡന്റിഫൈ ആവും. ഓക്കെ, ആ 2 ഡിസ്റ്റൻസുകളും ഓപ്പോസിറ്റ് XY ലൈനിൽ മാർക്ക് ചെയ്യുക. അടുത്ത വ്യൂ നിങ്ങൾക്ക് കിട്ടും. പ്ലെയിൻ റൊട്ടേഷൻ ചെയ്ത് നമുക്ക് പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, താങ്ക് യു.